രാമ രാജമണി സദാ വിജയതേ രാമം രമേശം ഭജേ രാമേണാഭിഹതാ നിശാചരചമൂ രാമായ തസ്മൈ നമഃ. രാമാത് നാസ്തി പരായണം പരതരം രാമസ്യ ദാസോസ്മ്യഹം. രാമേ ചിത്തലയ സദാ ഭവതു മേ ഭോ രാമ മാമുദ്ധര. നമസ്കാരം. ഇന്ന് രാമനവമി. ത്രേതായുഗത്തിൽ അയോധ്യ എന്ന രാജ്യത്ത് ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായി ശ്രീരാമചന്ദ്രൻ ജനിച്ച ദിവസം. ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായാണ് നാം കണക്കാക്കുന്നത്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9ാം ദിവസമാണ് ശ്രീരാമനവമിയായിട്ട് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഇത് നവരാത്രിയായിട്ട് 9 ദിവസം ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട്. കേരളത്തിൽ ഈ ശ്രീരാമനവമിക്ക് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോളം വിപുലമായ ആഘോഷങ്ങളൊന്നും കണ്ടിട്ടില്ല. കേരളം ഒഴിച്ചുള്ള മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിന് കുറച്ചുകൂടി പ്രാധാന്യം കാണുന്നുണ്ട്. അവിടെ സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും തിരുക്കല്യാണ മഹോത്സവമായിട്ടും ആഘോഷിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ശ്രീരാമൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ ആഘോഷിക്കാറുണ്ട് എന്നല്ലാതെ മലയാളികൾ ഈ ശ്രീരാമനവമി അത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാൽ കർക്കിടക മാസത്തിലാണെങ്കിൽ നമ്മൾ രാമായണം, ആ മാസം മുഴുവൻ രാമായണം വായിക്കാനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. രാമായണത്തിനെക്കുറിച്ച് പ്രഭാഷണം നടത്താറുണ്ട്. അങ്ങനെ രാമായണം എന്ന ആ കാവ്യം, ആദികാവ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ശ്രീരാമനവമിയോടനുബന്ധിച്ച് നമ്മൾ രാമായണം വായിക്കാനോ അല്ലെങ്കിൽ രാമായണ സംബന്ധമായ എന്തെങ്കിലും ഒരു പരിപാടി വയ്ക്കാനോ ഒന്നും നമ്മൾ അത്ര മെനക്കെടാറില്ല. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, ശ്രീരാമൻ ജനിച്ച ഈ ചൈത്രമാസത്തിലും കർക്കിടക മാസത്തിലും നമ്മൾ ചെയ്യുന്നത് പോലെ ദിവസവും കുറേശ്ശെ രാമായണം വായിക്കേണ്ടതാണ് എന്ന് എൻ്റെ തോന്നലാണ് കേട്ടോ. അതുമല്ലെങ്കിൽ ഈ ചൈത്ര നവരാത്രി എന്ന് പറയുന്ന 9 ദിവസം ശ്രീരാമൻ്റെ കീർത്തനങ്ങൾ ചൊല്ലുകയോ അല്ലെങ്കിൽ രാമായണം കുറേശ്ശെ വായിക്കുകയൊക്കെ ചെയ്താൽ നന്നായിരുന്നു അല്ലേ? ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് അത് അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ ആണ് എന്ന് പറയുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ ആ ഉത്തമ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ശ്രീരാമദേവനെ ഭജിക്കാം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ശബ്ദം അടഞ്ഞതുകൊണ്ട് അധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ രാമ രക്ഷാകവച സ്തോത്രം ചൊല്ലി അർത്ഥം പറയാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അതിനെന്തായാലും സാധിച്ചില്ല. അപ്പോൾ എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ശ്രീരാമനവമി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ